ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റാണ് അവർ ഗ്ലാസ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അരിച്ചെടുത്ത് നല്ല മണ്ണാണ്. പിന്നെ 7000 ഗ്ലൂ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ബോട്ടിലിൻ്റെ ടിപ്പിലുള്ള ആ ഒരു പിരിയുടെ ആ ഒരു സാധനം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അങ്ങനെ നമ്മൾ 2 ബോട്ടിലിൻ്റെയും ആ ഒരു ടിപ്പിലുള്ള സംഭവം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ക്യാപ്പ് എടുത്ത് കുപ്പിയുടെ ആ ഒരു വട്ടം നമുക്ക് ഇതിൽ വരച്ചെടുത്തിട്ട് വെട്ടിയെടുക്കാം. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ബോട്ടിൽ എടുക്കാം കേട്ടോ, പക്ഷെ ഒരേപോലത്തെ 2 വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഗ്ലൂ തേച്ചിട്ട് നമ്മൾ ആ വെട്ടിയെടുത്ത ആ റൗണ്ട് നമുക്ക് ഇവിടേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടിക്കുന്നതിന് മുന്നായിട്ട് നമ്മളതിൽ ചെറിയൊരു ഹോൾ ഇടണം. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം നമ്മളെ മണ്ണ് അതിന് കൂടെ പോകുന്നുണ്ടോ, ഈസി ആയിട്ട് പോകുന്നുണ്ടോ എന്നില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഹോൾ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ. അതിന് ശേഷം മറ്റേ ഒരു ബോട്ടിലേക്ക് നമ്മൾ അരിച്ചെടുത്ത മണ്ണ്, ഇവിടെ ഞാൻ മണ്ണ് അരിച്ചെടുത്തിട്ടുള്ളത് നെറ്റിൻ്റെ ഷാൾ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അരിച്ചെടുത്ത ആ മണ്ണ് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അവിടെയും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ 2 ബോട്ടിലും തമ്മിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ ഗ്ലൂ ഒട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ആ ഗ്ലൂവിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ മണലൊക്കെ കൂടെ വന്നിട്ട് അത് വൃത്തികേടാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി കുറച്ച് നേരം വെക്കണം. അങ്ങനെ എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കിയ ഈ ഒരു ഹവർ ഗ്ലാസ് ഒരു 6 മിനിറ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിന് ഇച്ചിരി ഡെക്കറേഷനൊക്കെ ആവാം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്ലേ ആണ് കേട്ടോ. അപ്പോൾ ക്ലേ എടുത്ത് ഇതുപോലെ ഉരുട്ടിയിട്ടൊന്ന് ജസ്റ്റ് പരത്തിയിട്ട് നമ്മൾ ആ പശ വെച്ച് ഒട്ടിച്ച ഭാഗത്തൊന്ന് നന്നായിട്ട് കാണാത്ത രീതിയിലൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗ്രീൻ കളർ ലീഫ് കൂടെ സെറ്റാക്കിയിട്ട് അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഡെക്കറേഷൻ കൂട്ടുകാരുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ഒരു റിബണൊക്കെ എടുത്തിട്ട് നമുക്കൊരു ബോ പോലെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു സൂത്രപ്പണി പറയട്ടെ കൂട്ടുകാരെ, മണ്ണില്ലാത്ത കൂട്ടുകാർക്ക് ഇതൊരു ഗിൽറ്ററിൻ്റെ പൗഡർ വെച്ച് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ എല്ലാം പറഞ്ഞതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.